ഹായ് ഫ്രണ്ട്സ്, ജേക്കോബിസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടനാടിൻ്റെ ഹൃദയമിടിപ്പായ കാവാലം ജങ്കാറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പുതുതലമുറയിൽപ്പെട്ട എത്ര പേർക്ക് ഈ ജങ്കാറിനെ കുറിച്ച് അറിയാം എന്നുള്ളതാണ്. അങ്ങനെ അറിയാൻ വയ്യാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ. കേരളത്തിലെ കായലുകളിലും പുഴകളിലും വാഹനങ്ങളെയും ആളുകളെയും അക്കരെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന വലിയ ചങ്ങാടത്തെയാണ് ജങ്കാർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ ബസ്, ലോറി, കാറുകൾ, ഓട്ടോറിക്ഷകൾ തുടങ്ങിയ വലിയതും ചെറുതുമായ വാഹനങ്ങളെ കായലിനെ അക്കരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. സാധാരണ ബോട്ടുകളെ അപേക്ഷിച്ച് ഇതിനെ ആഴം കുറഞ്ഞ വെള്ളത്തിലും സഞ്ചരിക്കാൻ കഴിയും. 2-3 ബോട്ടുകൾ കൂട്ടിയിണക്കി അതിൽ പരന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിലാണ് വാഹനങ്ങളെ അക്കരെ എത്തിക്കുക. എൻജിൻ ഘടിപ്പിച്ചാണ് ഇവ പ്രവർത്തിപ്പിക്കുന്നത്. ചിലയിടങ്ങളിൽ കെട്ടിവലിക്കുന്ന രീതികളിലുള്ള ജങ്കാറുകളും കാണാറുണ്ട്. പാലങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ റോഡ് ഗതാഗതം സുഗമമാക്കുവാൻ ജങ്കാർ സർവീസുകൾ വളരെ പങ്കുവഹിക്കുന്നുണ്ട്. കോട്ടയം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജലഗതാഗത മാർഗമാണ് കാവാലം ജങ്കാർ. കുട്ടനാടൻ കായൽപ്പരപ്പിലൂടെയുള്ള ഈ യാത്ര വെറുമൊരു യാത്രയല്ല, മറിച്ച് പ്രദേശവാസികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. ബസ്സുകൾ, ലോറികൾ, ബൈക്കുകൾ, കാറുകൾ, ചെറിയ ഓട്ടോറിക്ഷകൾ എന്നിവ സുരക്ഷിതമായി അക്കരെ എത്തിക്കാനാണ് ഈ ജലമാർഗമായ ജങ്കാർ ഉപയോഗിക്കുന്നത്. റോഡ് മാർഗം ചുറ്റിപ്പോകേണ്ട ദൂരം ഇത് ഗണ്യമായി കുറയ്ക്കുന്നു. വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ചിലവിൽ കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗിയും കായൽക്കാഴ്ചയും ആസ്വദിക്കാൻ പറ്റിയ ഒരു വഴിയാണ്. ചങ്ങനാശ്ശേരി വഴിയോ ആലപ്പുഴ വഴിയോ ചുറ്റിപ്പോകുന്നതിന് പകരം കായൽ മുറിച്ചു കടക്കുന്നതിലൂടെ യാത്രക്കാർക്ക് ധാരാളം സമയം ലാഭിക്കാം. കുട്ടനാടിൻ്റെ പല ഉൾപ്രദേശങ്ങളിലും റോഡ് സൗകര്യങ്ങൾ പരിമിതമായതിനാൽ ജങ്കാറുകളും ബോട്ടുകളുമാണ് ഇവിടുത്തെ പ്രധാന ആശ്രയം. കാവാലത്തെ ജങ്കാറും പരിസര പ്രദേശങ്ങളും ഒട്ടനവധി മലയാള സിനിമകൾക്ക് മനോഹരമായ ലൊക്കേഷനുകൾ സമ്മാനിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. നിങ്ങൾക്ക് തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുകയും വേണം. താങ്ക്